അയ്യോ ഇതെന്തൊരു പൊട്ട സ്മെല്ലാന്നോ. ഇത് എങ്ങനെ യൂസ് ചെയ്യുമെന്നറിയാൻ വയ്യ, എങ്ങനെ യൂസ് ചെയ്ത് തീർക്കുമെന്നറിയാൻ വയ്യ. ഇത് ഞാൻ വാങ്ങിച്ച് ഇങ്ങനൊരു അബദ്ധമാവുമെന്ന് വിചാരിച്ചില്ല. ഇതിൻ്റെ വേറെ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഇത്രയും പൊട്ടയാട്ടോ. ഇതൊരു ഫേമസ് ആയിട്ടൊരു ബ്രാൻഡിൻ്റെ തന്നെയാണ് ഈ പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ ഒന്നും പറ്റുന്നില്ല. അപ്പം ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ അല്ല. ഇത് സത്യത്തിൽ ഞാൻ ഇനി തൊട്ട് റിവ്യൂ എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് അൺഫ്ലോപ്പ് പ്രോഡക്റ്റിനെ പറയാൻ പറ്റൂ. കാര്യം ഞാനൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചായിരുന്നു, നൈക്കി എന്നാണ് വാങ്ങിച്ചത്. ഓക്കെ, അപ്പം നൈക്കി എന്നാണ് ഒരു നല്ല പ്രൊഡക്റ്റ് തന്നെയാണ്, ഒരു നല്ല ബ്രാൻഡിൻ്റെ തന്നെയാണത്. അപ്പം അത് ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്ത് രണ്ട് പ്രാവശ്യം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ആ പ്രോഡക്റ്റ് കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഞാൻ 2 പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. 2 കൊണ്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആ 2 പ്രാവശ്യം എങ്ങനെ യൂസ് ചെയ്തത്. കാരണം ഈ ഒരു ഫേസ് വാഷ് ഉണ്ടല്ലോ, ഇതായിരുന്നു നേരത്തെ യൂസ് ചെയ്തത് കോൺസ് കെമിസ്ട്രിയുടെ നല്ല അടിപൊളി ഫേസ് വാഷ്. ഈ ഫേസ് വാഷ് ഞാൻ കുറ്റം പറയത്തില്ല, കാരണം അടിപൊളിയായിട്ടുള്ളൊരു ഫേസ് വാഷ് തന്നെയാണ് ഇത്. നല്ല നമുക്ക് സ്കിന്നിന് നല്ല ഓയിൽനെസ് ഒക്കെ ഒന്ന് സക്ക് ഔട്ട് ചെയ്യാനൊക്കെ നല്ല ക്ലെൻസിങ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഓയിൽ സ്കിന്നൊക്കെ ഉള്ളവർ ഒന്ന് ആക്നി പ്രോ സ്കിന്നൊക്കെ ഉള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു ഫേസ് വാഷാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫേസ് വാഷാണ്. അത് ഫുള്ളി ഞാൻ എംപ്റ്റി ആക്കി. അത് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ബ്രാൻഡിൻ്റെ ഞാനൊരു ഫേസ് വാഷ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്യാമെന്ന് വെച്ചിട്ട് ഫേസ് വാഷ് തീർന്നുകൊണ്ടാണ് ഈ പ്രോഡക്റ്റ് ഞാൻ എടുത്തത്. ഓക്കെ, അപ്പോൾ വേറെ ഏത് പ്രോഡക്റ്റും അല്ല, ഈ ലോറിയൽ പാരീസിൻ്റെ ഒരു ഗ്ലോയിങ് ഫോം ക്ലെൻസറാണ് ഇത്. ഒരു ഫോം ക്ലെൻസർ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്യുന്നത്. കാരണം ലോറിയൽ പാരീസിൻ്റെ നേരത്തെ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ജെൻറ്റലായിട്ടുള്ള ക്ലെൻസറാണ്, അടിപൊളിയാണ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഇതിനെ പൊതുവേ ഈ സ്മെല്ലാണെന്ന് അറിയാൻ വയ്യ. നമ്മുടെ ഈ നാട്ടിലൊക്കെ ഉണ്ട് ഒരു ചെറിയൊരു പക്കിയുണ്ട്, മഴ സമയത്തായാലും അല്ലാതെയൊക്കെ വരും, നമ്മളത് പിടിക്കുമ്പോൾ ഒരു പൊട്ട സ്മെല്ല് വരുന്നത്. സെയിം സ്മെല്ലാണ് ഇതിനകത്ത് തോന്നുന്നത്. എനിക്കിത് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് പറ്റുന്നില്ല, കാരണം ആ സ്മെല്ല് അത്രയ്ക്ക് അൺസഹിക്കബിളാണ്. എനിക്ക് പറ്റുന്നില്ല. ഫേസ് ഞാൻ 2 പ്രാവശ്യം എങ്ങനെ യൂസ് ചെയ്തെന്ന് തന്നെ എനിക്കറിയാം. കാരണം ഒരു ഇവിടെ അതിനെ ചാഴി എന്ന് പറയും, ആ ഒരു ഏകദേശം അതിൻ്റെ അതേ സ്മെല്ലാണ്. പ്രോഡക്റ്റ് ഞാൻ പിന്നെ തൊട്ടിട്ടില്ല. 2 പ്രാവശ്യവും ഞാൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയതാണ്, പിന്നെ എനിക്ക് ഒരു തരത്തിൽ പറ്റുന്നില്ല. ആ പ്രോഡക്റ്റ് ഞാൻ രണ്ടാമത് അത് ഫേസ് വാഷ് ചെയ്തിട്ട് പിന്നെ വേറെ ഫേസ് ക്ലെൻസർ വെച്ച് വാഷ് ചെയ്യുമ്പോഴാണ് എൻ്റെ ഫേസ് എനിക്ക് തന്നെ ആ സ്മെല്ല് മാറിക്കിടുന്ന അത്രയ്ക്ക് പൊട്ടയാണ് സാധനം. അപ്പോൾ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാട്ടോ. എൻ്റെ കുറ്റമാണോ അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ കുറ്റമാണോ, എന്നാൽ ഇത് എക്സ്പയറി ആയതാണോ എന്ന് നിങ്ങൾ വിചാരിക്കും. അല്ല, ഇത് 2 ഇയേഴ്സിൻ്റെ വാറണ്ടി ഉണ്ട്, യൂസ് ബിഫോർ 2028 വരെ ഇതുണ്ട്. പക്ഷേ ഇതെന്താണ് ഇങ്ങനെയെന്ന് സത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പം ഇതുപോലത്തെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഡിഫക്റ്റ് ഉള്ളവരൊന്ന് പറയുക. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നേരം ബൈ.